കാലവർഷം കനക്കുന്നതോടെ അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ടയിൽ മരങ്ങൾ അപകട ഭീഷണി ഉയർത്തുകയാണ്. സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിൽ നിൽക്കുന്ന മരങ്ങളാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയിലെ വാഹനയാത്രികർക്കും കാൽനട യാത്രികർക്കും സമീപത്തെ വ്യാപാരികൾക്കും ഈ മരങ്ങൾ ഭീഷണിയാണ്. കഴിഞ്ഞ മാസം ശക്തമായ മഴയിലും കാറ്റിലും മാട്ടുക്കട്ടയിൽ വലിയ ഈറ്റിമരം കടപുഴകി വീണ് ബസ്സുകൾക്കും വർക്ക്ഷോപ്പിനും കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ഭാഗ്യം കൊണ്ട് ആരുടെയും ജീവൻ നഷ്ടമായില്ല. എന്നാൽ അന്നുണ്ടായത് ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ്. മാട്ടുക്കട്ടയിൽ മാർക്കറ്റിന്റെ എതിർവശത്ത് അപകട ഭീഷണി നിൽക്കുന്നത് നിരവധി മരങ്ങളാണ്. കട്ടപ്പന കുട്ടിക്കാനം റോഡിനോട് ചേർന്ന് സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിലാണ് മരങ്ങൾ അപകടാവസ്ഥയിൽ നിൽക്കുന്നത്. ഈ മരങ്ങളോട് ചേർന്നാണ് 11 kV ലൈൻ കടന്നു പോകുന്നത്. മരം കടപുഴകിയാൽ ഉണ്ടാകുന്ന അപകടത്തിന്റെ വ്യാപ്തി ഇത് വർദ്ധിപ്പിക്കാനും കാരണമാകും. നൂറുകണക്കിന് കാൽനട യാത്രക്കാരും വാഹനയാത്രികരും കടന്നു പോകുന്ന റോഡരികിലാണ് അപകടം വിതച്ച് മരങ്ങൾ നിൽക്കുന്നത്. നേരെ എതിരുള്ള പറമ്പില് റോഡിനോട് ചേർന്ന് ലൈൻ പോകുന്നു. അതിനോട് ചേർന്ന് നിൽക്കുന്ന മരങ്ങൾ അപകട ഭീഷണിയായി നിൽക്കുകയാണ്. പലതവണ നമ്മൾ പറഞ്ഞതാണ് അത് വെട്ടിമാറ്റാൻ. അതിന് തൊട്ടടുത്ത് തന്നെ ഒരു പറമ്പിൽ ഒരെണ്ണം ഉണങ്ങി നിൽക്കുന്നു. അതിന് തൊട്ടടുത്ത് നിൽക്കുമ്പം ലൈനെ മുട്ടി നിൽക്കുന്നു. ഇത് കഴിയുന്നതായിട്ട് വെട്ടിമാറ്റിയില്ല എങ്കിൽ ഇത് ഒരു കാറ്റടിച്ച് മറിഞ്ഞ് വീണാൽ ഈ വഴിയിലേക്ക് വീഴും, ഗതാഗതം തടസ്സപ്പെടും. ഇത് ഓട്ടോ സ്റ്റാൻഡാണ്. ഓട്ടോകൾക്ക് നാശം സംഭവിക്കാൻ, തൊട്ടടുത്തുള്ള കടകൾക്ക് നാശം സംഭവിക്കും. ഇതെല്ലാം ഒരു മനസ്സിലാക്കിക്കൊണ്ട് എത്രയും വേഗം ഈ മരങ്ങൾ വെട്ടിമാറ്റുന്ന നടപടി സ്വീകരിക്കണം. ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ സമീപത്തെ വ്യാപാരികൾ ഭയന്നു പറിച്ചാണ് വ്യാപാരശാലയിൽ ഇരിക്കുന്നത്. അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ വെട്ടിനീക്കണമെന്ന് നിരവധി തവണ അഭ്യർത്ഥിച്ചതാണ്. എന്നാൽ സ്വകാര്യ വ്യക്തികൾ വഴങ്ങിയിട്ടില്ല. അപകടമുണ്ടായ ശേഷം സഹായവുമായി എത്താതെ അപകടം ഉണ്ടാകും മുന്നേ അധികൃതർ ഇടപെട്ട് മരങ്ങൾ വെട്ടിനീക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് വ്യാപാരികളുടെയും നാട്ടുകാരുടെയും ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.